അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേ ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടെക്സ്റ്റിലൊരു ആനഗ്ലിഫ് എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആനഗ്ലിഫ് എഫക്റ്റ് നമുക്കൊരു ടെക്സ്റ്റിൽ കൊടുക്കാം. അതിന് ആദ്യം ഞാൻ ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഏപ്രിൽ ഫാൽ ഫേസ് ഏതെങ്കിലും ഒരു ഫോണ്ടും കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്ലൂ അല്ലെങ്കിൽ ഒരു റെഡ്, 2 കളേഴ്സ് എടുക്കാം. ബ്ലൂവും റെഡും ഏത് ഷെയ്ഡായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, സെലക്ഷൻ ടൂൾ വെച്ച്. എന്നിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് ഇതിനെ ഇത്തിരി ഡ്രാഗ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുന്നു, ഈ കളർ കൊടുക്കുന്നു. ഇനി രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ഇവിടെ ട്രാൻസ്പെറൻസി കണ്ടില്ലെങ്കിൽ എന്താണ് ചെയ്യാനുള്ളത്? വിൻഡോയിൽ വന്നിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പെറൻസി കാണാൻ പറ്റും. അതെടുത്താലും ഇത് ഓപ്പണായി വരും. ഇനി ഒന്നുമില്ല, സിമ്പിളാണ്. ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആരോ കീസ് വെച്ച് ഞാൻ ഒന്ന് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇത്രയും പെട്ടെന്ന് നമ്മളൊരു കിടിലം ആനഗ്ലിഫ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ നല്ലൊരു എഫക്റ്റ് നമുക്കത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോയിൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു എഫക്റ്റ് കൊടുത്ത് നോക്കുക. നിങ്ങൾക്കിപ്പം ഈ ഒരു സെയിം കളേഴ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് ഞാൻ കാണിച്ചു തരാം. ഈ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെയിം കളർ റെഡ് കിട്ടും. അതേപോലെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം കളർ ബ്ലൂവും കിട്ടും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് എത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.